ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടക്കുന്ന സെൽഫ് ഡ്രൈവ് ട്രാൻസ്പോർട്ട് 2025 നാലാം എഡിഷൻ്റെ ഭാഗമായിട്ട് ഇവിടെ പല പവലിയനുകളും നമുക്ക് കാണാം. പ്രത്യേകിച്ചും ഡ്രൈവർലെസ് വാഹനങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ വരും കാലങ്ങളിൽ AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സ്ട്രാറ്റജിയെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. I think that it takes courage to share. Here's everything that I did that did not work. Here are all the assumptions I made that did not hold true. And I think for those of us who've been in the AI space for over a decade in its commercial application, we need to do a better job of sharing. I think the second aspect of it is that the stuff isn't new. I know we're treating it new because, quite frankly, the world has woken up to it. But there's been many use cases that have been explored in the past. So I think it benefits every company, organization, entity, and government to listen more than just trying to build the fastest thing possible. Because there are many that have made mistakes, and it's good to understand what mistakes not to repeat and how to make new mistakes as you explore and innovate and scale these capabilities. So I'm a big believer in listening and asking questions more before I start doing. And to give the highest probability of success for AI, I want to encourage everyone else to do the same. It's one thing to make new mistakes. It means you're trying new things, you're expanding boundaries. But to make new mistakes that have been existing in the past 10, 15, 20 years, that I think is just a little bit of ignorance. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സോളാറിൻ്റെ ഉപയോഗത്തെക്കുറിച്ചാണ്. ഇപ്പോൾ നമുക്കറിയാം ദുബായിൽ പ്രത്യേകിച്ചും ദേവ 40% സോളാർ ഉപയോഗിച്ച് തന്നെയാണ് വൈദ്യുതി ഉണ്ടാക്കുന്നത്. എന്നാൽ വരും കാലങ്ങളിൽ ഏകദേശം 20 മുതൽ 40 കിലോമീറ്ററിൽ അധികം വാഹനങ്ങൾക്ക് സോളാർ ഉപയോഗിച്ച് തന്നെ അതിന് ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ, അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ UAE സൗരോർജ്ജത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ളത് തന്നെയാണ് ഇവിടെ പരിശോധിക്കുന്നത്. അതിൻ്റെ പുതിയ കണ്ടുപിടുത്തങ്ങൾ പരിചയപ്പെടുന്ന ഒരു എക്സിബിഷൻ കൂടിയാണ് ഇത് എന്നുള്ളത്. സെൽഫ് ഡ്രൈവിംഗ് ട്രാൻസ്പോർട്ട് 2025 നാലാം എഡിഷൻ നടക്കുമ്പോൾ നമുക്കറിയാം എത്രമാത്രം ഡ്രൈവർ രഹിത വാഹനങ്ങൾ നിരത്തിലിറക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ, അതിനെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ, അതിനെക്കുറിച്ചുള്ള പരിചയപ്പെടുത്തലുകൾ ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. വിവിധ രാജ്യങ്ങളുടെ പങ്കാളിത്തം ഉണ്ട് എന്നതാണ് ഇതിൻ്റെ മറ്റൊരു സവിശേഷത. ഇന്ന് രാവിലെയാണ് ഇതിൻ്റെ ഉദ്ഘാടനം വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്നത്. ഇന്ന് രാവിലെ ഷെയ്ഖ് ഹംദാനാണ് ഈ ഒരു നാലാമത് വേൾഡ് കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്തത്. വരും ദിവസങ്ങളിലും നമുക്കറിയാം 2026 ഫ്ലൈയിങ് ടാക്സി ഉൾപ്പെടെ ഇവിടെ വരും നമുക്ക് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചതാണ്. 2030 ആകുമ്പോഴേക്കും ഏകദേശം 30% വാഹനങ്ങൾ ഡ്രൈവർ രഹിത വാഹനങ്ങളാകും. 2025 അതായത് ഈ വർഷം 25% 2026 ആകുമ്പോഴേക്കും അത് 26%, 2040 ആകുമ്പോഴേക്കും 36% എന്ന തരത്തിലാണ് ഈ ഒരു ഡ്രൈവർലെസ് വാഹനങ്ങൾ എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുന്നത്. ഇത് കഴിഞ്ഞ എഡിഷനിൽ തന്നെ പ്രഖ്യാപനം നടത്തിയതാണ്. 2026 ഡ്രൈവർലെസ് വാഹനങ്ങൾ വരും എന്നുള്ളത്. പക്ഷേ ഈ വർഷം കൂടി വരുമ്പോൾ അതിൽ കുറച്ചുകൂടി അടുത്തിരിക്കുന്നു കാര്യങ്ങൾ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പ്രഖ്യാപനമാണ് ഇന്നത്തെ ഈ വേദിയിൽ ഉണ്ടായിരിക്കുന്നത്. സെൽഫ് ഡ്രൈവിംഗ് ട്രാൻസ്പോർട്ട് കോൺഗ്രസിൻ്റെ ഒരു സ്റ്റോളിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എൻ്റെ പിറകിൽ കാണുന്നത് പറക്കും ടാക്സിയാണ്. 2026 മുതൽ 2030 വരെയുള്ള സമയങ്ങളിൽ ദുബായ് അത്ഭുതങ്ങൾ ലോകത്തിന് മുന്നിലേക്ക് വീണ്ടും കാഴ്ചവെക്കുകയാണ്. RTAയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ വേൾഡ് കോൺഗ്രസിനകത്ത് തന്നെ ഡ്രൈവർലെസ് വാഹനങ്ങൾ പരിചയപ്പെടുത്തുന്നുണ്ട്. വ്യത്യസ്തമായ ഡ്രൈവർലെസ് വാഹനങ്ങൾ തന്നെയാണ് ഈ സ്റ്റോളിനകത്തുള്ളത്. 2030 ഏകദേശം 30% ആകുകയും 2040 ആകുമ്പോഴേക്കും 36% ഡ്രൈവർലെസ് വാഹനങ്ങൾ നിരത്തിലുണ്ടാകും. നമ്മൾ സാധാരണ കാണുന്ന ഷെയ്ഖ് സായദ് പോലുള്ള റോഡുകളിൽ തന്നെയായിരിക്കും, അതിന് പ്രത്യേക പാതകൾ തന്നെയായിരിക്കും ഈ ഡ്രൈവർലെസ് വാഹനങ്ങൾ കുതിച്ചു പായുക. അത്ഭുതങ്ങൾ ഓരോ ദിവസവും കാത്തുവെച്ചിരിക്കുന്ന ദുബായ് മറ്റൊരു അത്ഭുതങ്ങൾ കൂടി ലോകത്തിന് മുമ്പേ പറക്കുകയാണ്. ഇത്തരത്തിലുള്ള പറക്കൻ ടാക്സികളുടെ ദുബായിയുടെ പേര് എന്നുള്ളതാണ് സവിശേഷത. ഇതിൽ വ്യത്യസ്തമായ ലോകരാജ്യങ്ങളിലുള്ള പങ്കാളിത്തങ്ങളുണ്ട്. അവിടെ നിന്നും വിവിധ രാജ്യങ്ങളിലുള്ള ആളുകൾ ഇതിനെ പരിചയപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന സ്റ്റോളിൽ തൊഴിലാളികൾക്ക് പോകാൻ, അതുപോലെ തന്നെ ഫുഡ് സപ്ലൈ ചെയ്യാനുള്ള ഡ്രൈവർലെസ് വാഹനങ്ങൾ, അങ്ങനെ ഡ്രൈവർ ഇല്ലാത്ത വാഹനങ്ങൾ UAE നിരത്തുകളിൽ സജീവമാകുന്ന കാലം വിദൂരമല്ല എന്നോർമ്മപ്പെടുത്തുന്നതാണ് ഈ നാലാമത് വേൾഡ് സെൽഫ് ട്രാൻസ്പോർട്ട് കോൺഗ്രസ്.